തിരുനനയിൽ ഗ്രോ ബാഗിൽ ചെറിയ ദ്വാരമുണ്ടാക്കി 1.5 ഇഞ്ച് വ്യാസവും 30 സെൻറ്റിമീറ്റർ നീളവുമുള്ള തിരി ഗ്രോ ബാഗിലൂടെ കടത്തിയാണ് ഗ്രോ ബാഗിലേക്ക് ജലലഭ്യത ഉറപ്പാക്കുന്നത്. ഒരറ്റം ഗ്രോ ബാഗിലേക്കും മറ്റേ അറ്റം ജലം എവിടെ നിന്നാണ് ലഭിക്കുന്നത് ആ പൈപ്പിലേക്കുമാണ് വയ്ക്കപ്പെടുന്നത്. ഗ്രോ ബാഗ് തമ്മിൽ നിശ്ചിതമായിട്ടുള്ള ഒരു അകലത്തിൽ 2 ഇഷ്ടികയുടെ മുകളിൽ വെക്കേണ്ടതാണ്. എന്നിട്ടാണ് ചെറിയ PVC പൈപ്പ് ജലലഭ്യത ഉറപ്പാക്കാനായി ഇതിലൂടെ കടത്തിവിടുന്നത്. PVC പൈപ്പിന് പകരം നമുക്ക് തിരുനനയ്ക്ക് കുപ്പികൾ ഉപയോഗിക്കാവുന്നതാണ്. കുപ്പികളിൽ വെള്ളം നിറച്ച് നമുക്കിതുപോലെ തിരിയിട്ട് ഗ്രോ ബാഗിൽ വെക്കാവുന്നതാണ്. പക്ഷേ അതിൻ്റെ ഒരു പ്രായോഗിക ബുദ്ധിമുട്ടെന്ന് പറയുമ്പോൾ എന്നും നമ്മളങ്ങനെ കുപ്പി നിറച്ച് വെക്കേണ്ടതായിട്ട് വരും. PVC പൈപ്പ് വഴിയാകുമ്പോഴത്തേക്കിന് നമുക്കങ്ങനെ വരുന്നില്ല. പൈപ്പുമായിട്ട് കണക്ട് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് പൈപ്പ് ഓൺ ചെയ്താൽ മതി. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ദ്രാവക രൂപത്തിലുള്ള വളങ്ങളെ PVC പൈപ്പ് വഴി നമുക്ക് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ചെടികൾക്ക് ആവശ്യമുള്ള വളവും വെള്ളവും ലഭിക്കുന്നതാണ്. ഗ്രോ ബാഗിനടിയിലൂടെ 4 ഇഞ്ച് വ്യാസത്തിലുള്ള പൈപ്പിലൂടെയാണ് വെള്ളം കടത്തിവിടുന്നത്. ഗ്രോ ബാഗിലുള്ള ഒരു ചെടിയുടെ അഗ്രം ഈ പൈപ്പിലേക്കാണ് കടത്തിവിടുന്നത്. അപ്പോൾ ഗ്രോ ബാഗിൽ ആവശ്യാനുസരണം ജലലഭ്യത ഉറപ്പുവരുത്തുകയും ചെയ്യും. ഈ രീതിയിലാണ് തിരുനന നമുക്ക് ലഭ്യമാക്കുന്നത്. അപ്പം തിരുനന രീതിയിലും തുള്ളിനന രീതിയിലും അതുപോലെ പൂപ്പാളി ഉപയോഗിച്ച് ഉള്ള നന രീതിയിലും മട്ടുപ്പാവിലെ കൃഷികൾ നമ്മൾ പ്രയോജനപ്പെടുത്താവുന്നതാണ്. അപ്പോൾ അധികം ജലം പാഴായി പോകത്തുമില്ല. ആവശ്യത്തിനുള്ള ജലം നമുക്ക് ഗ്രോ ബാഗ് കൃഷി രീതിയിലേക്ക് ലഭിക്കുകയും ചെയ്യും, പ്രത്യേകിച്ച് മട്ടുപ്പാവ് കൃഷി രീതിയിൽ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തണം. ഇങ്ങനെ കൃഷി ചെയ്യുന്ന ഒത്തിരി ആൾക്കാർ കാണുമായിരിക്കും. കൂടുതലുള്ള വിശദമായ കാര്യങ്ങളിലേക്ക് ഞാൻ പോയിട്ടില്ല. എനിക്കറിയാവുന്ന കാര്യങ്ങൾ ആണ് നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവച്ചത്. അപ്പോൾ നമ്മൾ എന്തായാലും അടുക്കളത്തോട്ടം മട്ടുപ്പാവിലായാലും നമ്മുടെ പറമ്പിലായാലും ചുറ്റുവട്ടത്തായാലും നിങ്ങൾ റെഡിയാക്കി എടുക്കുക. നല്ല ഭക്ഷണം, നല്ല ആരോഗ്യം. ഓക്കെ. മട്ടുപ്പാവ് കൃഷിയെക്കുറിച്ച്, അതായത് ആ മട്ടുപ്പാവ് കൃഷിയിൽ നനയ്ക്കുന്ന രീതിയെക്കുറിച്ച് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി നിങ്ങൾ രേഖപ്പെടുത്തണം. എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. ഓക്കെ.